ഹലോ ഗായ്സ്, അപ്പം ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ ബ്രെഡ് വെച്ചും കൊണ്ടുള്ളൊരു ചെറിയൊരു സാൻഡ്വിച്ചാണ്. പക്ഷേ ഹെൽത്തിയാണ്. വെജിറ്റബിൾസൊക്കെ കഴിക്കാത്ത കുഞ്ഞുങ്ങൾക്ക് ഈ ഒരു സാൻഡ്വിച്ച് വളരെയധികം ശരീരത്തിൽ എത്തിക്കിട്ടിയാൽ നല്ലതായിരിക്കും. വെജിറ്റബിൾസൊക്കെ കുട്ടികൾ കഴിക്കാൻ ഇങ്ങനൊരു ട്രിക്ക് ഉപയോഗിച്ച് അവർക്ക് സാൻഡ്വിച്ചാണെന്നൊക്കെ പറഞ്ഞിട്ട് അവരെ കൊടുത്താൽ അവർ നല്ല രീതിയിൽ തന്നെ കഴിക്കും. വെജിറ്റബിൾസ് മാത്രമല്ല, എഗ്ഗ് പൊരിച്ചത് കഴിക്കാത്ത കുട്ടികളൊക്കെ ഉണ്ടാവുമല്ലോ. എൻ്റെ മോൾ അങ്ങനത്തെ കുട്ടിയാണ്. എഗ്ഗ് പൊരിച്ചത് കഴിക്കില്ല. അതുപോലെ തന്നെ ബ്രെഡ്, അതുപോലെ വെജിറ്റബിൾസ് ഒന്നും കഴിക്കില്ല. അങ്ങനത്തെ കുട്ടികൾക്കൊക്കെ ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ വളരെ ഉപകാരമായിരിക്കും. അപ്പോൾ നമ്മൾക്ക് ആദ്യം അതിനായിട്ട് വേണ്ടത് ക്യാരറ്റ് കട്ട് ചെയ്തതാണ്. ക്യാരറ്റ് നല്ല റൗണ്ടിൽ തന്നെ വൃത്തിയായി ചെത്തിയിട്ട് കട്ട് ചെയ്യുക. അതിന് ശേഷം നമ്മൾ ഉള്ളി കട്ടിയില്ലാതെ, കനല്ലാതെ നല്ല സ്ലൈസായിട്ട് തന്നെ ഒന്ന് റൗണ്ടിൽ ചെത്തിയെടുക്കുക. കഴിക്കുന്നുണ്ടെന്ന് അവർക്ക് തോന്നരുത്, ഉള്ളിയാണ് കഴിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊന്നും അവർക്ക് തോന്നാത്ത വിധത്തിൽ നല്ല രീതിയിൽ തന്നെ കട്ട് ചെയ്തെടുക്കുക. അങ്ങനെ സ്ലൈസായിട്ട് കട്ട് ചെയ്തതിന് ശേഷം സെപ്പറേറ്റ് ആക്കിയിടുക കേട്ടോ. അതായത് റിങ് ആക്കിയിട്ട് ഇടൂലേ, കട്ടിയുള്ള ഭാഗങ്ങളൊക്കെ എടുത്ത് കളയുക. അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള മയോണൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 2 മുട്ട എടുത്തിട്ട് ചെറുതായിട്ടൊന്ന് ബോയിൽ ചെയ്തെടുക്കുന്നുണ്ട്. ഫുള്ളായിട്ട് വേവിക്കരുത്. അതിനുശേഷം നമ്മൾ അരിഞ്ഞെടുക്കുന്നത് കുക്കുംബറാണ്. വീഡിയോ തലതിരിഞ്ഞ് പോയിട്ടുണ്ട്, ആരും തെറ്റിദ്ധരിക്കരുത് കേട്ടോ. വീഡിയോ എടുക്കാനൊന്നും അങ്ങനെ അറിയില്ല. പിന്നെ നമുക്ക് വേണ്ടത് അതിലേക്ക് തക്കാളിയാണ്. അതിന് ശേഷം നമ്മൾ ഗ്യാസ് ഓണാക്കിയിട്ട് പാൻ വെച്ചിട്ട് ചട്ടി ചൂടായോ എന്നൊക്കെ നോക്കിയിട്ട് ബ്രെഡിനെ ഒന്ന് ചെറുതായിട്ടൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ചെറുതായിട്ട് ടോസ്റ്റ് ചെയ്താൽ മതി. കരിഞ്ഞ ഭാഗം അല്ലാണ്ട് കരിഞ്ഞ ഭാഗം ഒന്നും കണ്ടാൽ ചിലപ്പോൾ കുട്ടികൾ കഴിച്ചോളണമെന്നില്ല. അപ്പോൾ ജസ്റ്റ് ആ ഒരു ബ്രെഡിൻ്റെ പച്ചമണം മാറുന്നതിന് വേണ്ടിയിട്ട് ചെറുതായിട്ടൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുക. ചില കുട്ടികൾക്ക്, ഞാനൊന്ന് ചെറുതാകുമ്പോൾ എനിക്ക് ബ്രെഡിൻ്റെ ആ ഒരു സ്മെല്ലൊന്നും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതുപോലെ റോസ്റ്റ് ചെയ്തിട്ട് ചെറുതായിട്ട് കഴിക്കുമ്പോൾ നല്ല രീതിയിൽ തന്നെ കഴിക്കാൻ കഴിയും. അതിനുശേഷം നമ്മൾ ഹെൽത്തി മയോണൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സാധാ മയോണൈസ് അടിക്കുന്നത് പോലെ ഇത് ബോയിൽ ചെയ്തേക്കാണ്. ചെറുതായിട്ട് ബോയിൽ ചെയ്തെടുത്ത്, അതായത് നല്ല വേവാതെ ഉള്ളിലിങ്ങനെ ചെറിയൊരു വഴുവഴുപ്പ് പോലെ ആയിട്ടുള്ള ഒരു എഗ്ഗാണ്. അത് സാധാ മയോണൈസ് അടിക്കുന്നത് പോലെ ആ എഗ്ഗിൻ്റെ കൂടെ അടിക്കുക. അതിന് ശേഷം നമ്മൾ വേറെ ഒരു 2-3 മുട്ട എടുത്ത് ബീറ്റ് ചെയ്തിട്ട് അതിന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് എഗ് സാൻഡ്വിച്ചാണല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മുട്ട ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. കനല്ലാതെ ലേറ്റായിട്ട് തന്നെ നമ്മൾ എണ്ണ ചുറ്റിച്ചെടുത്തിട്ട് ഇതുപോലെ കഷ്ണാക്കിയിട്ട് മാറ്റി വെക്കുക. ഇവിടെ ഇപ്പോൾ നിങ്ങൾ കുറച്ച് പേരുള്ളത് കാരണം കൊണ്ട് ഒരു 2-3 മുട്ട ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ ഈ 3 മുട്ടയും ഞാനിത് കനല്ലാതെ പൊരിച്ചെടുക്കുന്നുണ്ട്. കുറച്ച് ഒഴിച്ച് കൊടുത്ത് ചെറ്റിച്ചെടുത്ത് അത് നല്ല രീതിക്ക് തന്നെ ഫ്രൈ ആക്കിയിട്ട് നമുക്ക് അങ്ങനെ എടുക്കാൻ പറ്റും. അതിനെ ഇതുപോലെ പൊട്ടിച്ചതാക്കിയിട്ട് വെക്കുക. അങ്ങനെ അവസാനത്തെ ആ ഒരു മുട്ടയുടെ കുറച്ചും കൂടി ഞാൻ ബാലൻസ് വന്നത് അതും കൂടെ ഇതിൻ്റെ കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഇത് മുട്ട കഴിക്കുമ്പോൾ ഫ്രൈ ചെയ്തെടുക്കാത്ത കുട്ടികൾക്കൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുത്താൽ നമുക്ക് എളുപ്പത്തിൽ കഴിപ്പിക്കാൻ പറ്റും. അതുപോലെ തന്നെ മയോണൈസ് അടിച്ചെടുക്കുകയാണ്. ഒരു ബോയിൽ ചെയ്ത 2 എഗ്ഗും വെളുത്തുള്ളി, സുർക്ക, പഞ്ചസാര, ഉപ്പ് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. അത് ബ്ലെൻഡ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് സാധാ മയോണൈസ് പോലെ തന്നെ വലിയ ടേസ്റ്റ് വ്യത്യാസമൊന്നും ഇല്ലാതെ ഹെൽത്തി ആയിട്ടുള്ള മയോണൈസ് ഇങ്ങനെ അടിച്ചെടുക്കാൻ പറ്റും. ഇതിൻ്റെ റെസിപ്പി വേണ്ടവർക്ക് ചോദിക്കാവുന്നതാണ് കേട്ടോ. എന്നിട്ട് നമ്മൾ ആ ടോസ്റ്റ് ചെയ്ത് വെച്ച ബ്രെഡിലേക്ക് നമ്മുടെ ഹെൽത്തി മയോണൈസ് നല്ല രീതിക്ക് തന്നെ തേച്ച് പിടിപ്പിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ എഗ്ഗ് വെച്ച് കൊടുക്കുന്ന ടൊമാറ്റോ സോസില്ലേ, അത് അതിൻ്റെ മുകളിൽ ചെറുതായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇത് വല്ലാണ്ട് അങ്ങോട്ട് ഉപയോഗിക്കാതിരിക്കുകയാണ് നല്ലത്. കാരണം നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള സാൻഡ്വിച്ചാണല്ലോ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെറുതായിട്ടൊന്ന് കുട്ടികൾക്ക് ആ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ചെറുതായിട്ടൊന്ന് ടൊമാറ്റോ സോസ് വെച്ച് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ കുക്കുംബർ 2 വെച്ച് കൊടുക്കുക. അതുപോലെ തന്നെ ഉള്ളിയുടെ ആ റൗണ്ടാക്കിയിട്ട് കനല്ലാതെ ചെത്തിയിട്ട് റൗണ്ടാക്കിയിട്ട് അതും വെച്ച് കൊടുക്കുക. അതിൻ്റെ കൂടെ 2 തക്കാളി തോലൊക്കെ കട്ട് ചെയ്തിട്ട് അങ്ങനെയും വെച്ച് കൊടുക്കുക. തക്കാളിയുടെ തോല് കഴിക്കാൻ പാടില്ല എന്ന് പറയണൊക്കെ. അപ്പോൾ നമ്മൾ തക്കാളിയുടെ തോല് കളഞ്ഞിട്ട് അങ്ങനെ വെച്ച് കൊടുക്കുക. പിന്നെ 2-3 ക്യാരറ്റും അതിൻ്റെ കൂടെ വെച്ച് കൊടുത്ത് ശേഷം നമ്മൾ അതിലേക്ക് പൊരിച്ച് വെച്ചിട്ടുള്ള ആ ഒരു മുട്ട, എഗ്ഗ് ഫ്രൈ ചെയ്തത് നമ്മൾ അതിൻ്റെ കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്.
പിന്നെ അതിലേക്ക് നമ്മൾ ചെറുതായിട്ട് ഒന്നുകൂടി അതിൻ്റെ മുകളിൽ ആ സോസും അതുപോലെ തന്നെ മയോണൈസും ജസ്റ്റ് ഒന്നും കൂടി ചുറ്റിച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ ശേഷം അതിൻ്റെ മുകളിലേക്ക് മുട്ട വെച്ച് കൊടുക്കുന്നു, വീണ്ടും ടോസ്റ്റ് ചെയ്ത ബ്രെഡ് വെച്ച് കൊടുക്കുന്നു. ഇപ്പോൾ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള മയോണൈസ് റെഡി. എൻ്റെ ഫാദറിന് കൊടുത്തിട്ട് ഫാദർ ടേസ്റ്റ് ചെയ്തിട്ടുള്ള അഭിപ്രായമാണ് ഇപ്പോൾ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഹെൽത്തി ആയിട്ടുള്ള സാൻഡ്വിച്ച് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാറുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. എങ്ങനെയുണ്ട്? വീഡിയോ കാര്യങ്ങളൊന്നും എടുത്ത് ശരിയായിട്ടില്ല. ഇത് വളരെ പ്രയാസത്തോടും ബുദ്ധിമുട്ടോടും കൂടിയാണ് ഇപ്പോൾ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. മറ്റൊരാളുടെ മുന്നിൽ കൈനീട്ടി യാചിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് യൂട്യൂബിലൂടെ റവന്യൂ ഉണ്ടാക്കിയെടുക്കാമെന്ന ചെറിയൊരു വീഡിയോയും കാര്യങ്ങളൊക്കെ കണ്ടിട്ടാണ് ഇപ്പോൾ ഞാൻ ഈ ഒരു പരിപാടി ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.